അമേരിക്കയിലെ പല മിലിറ്ററി ബേസുകളിലും ഇന്ന് നടക്കുന്ന സംസാരം എന്ന് പറയുന്നത് ഡിപ്ലോയ്മെൻറ്റിനെ പറ്റിയാണ്. നമുക്കറിയാം USS ട്രിപ്പോളി അവിടെ എത്തിക്കഴിഞ്ഞു. ഇന്നലെ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ട്രിപ്പോളി എത്തിയിട്ടുണ്ട്. USS ട്രിപ്പോളി മെറീൻസ് 3500 എക്സ്പെഡീഷണറി ഫോഴ്സാണ്. അവർ ആംഫിഫിയസ്, അതായത് കടലിൽ നിന്ന് നേരെ കരയിലേക്ക് കയറാവുന്ന യന്ത്രസാമഗ്രികൾ F-35B ഫൈറ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് ട്രിപ്പോളി അവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കരയുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന പോലെയാണ്. ഇനിയിപ്പോൾ ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിച്ചു, ചർച്ച നടക്കുന്നു, ഹോർമസ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലേ, താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഒരു ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ജോർജ് ബുഷ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ US ആർമിയിൽ ചേരുന്നത്. അന്ന് ഏകദേശം ഒരു 80 പട്ടാളക്കാർ ഇറാഖ് അഫ്ഗാനിസ്ഥാനിലായിട്ട് ഒരാഴ്ചയിൽ മരിച്ചു വീഴുന്നുണ്ടായിരുന്നു. അതിൽ ഇറാഖിലാണ് കൂടുതലായിട്ട്. ആ യുദ്ധം നയിച്ചിരുന്നത് ഷിയ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ സദാം ഹുസൈനെ അട്ടിമറിച്ചിട്ട് ജോർജ് ബുഷിൻ്റെ ഇതോടുകൂടി നൂർ അൽ മാലിക്കിനെ കൊണ്ടുവരുമ്പോൾ ഇറാൻ തന്നെയാണ് അമേരിക്കൻ പട്ടാളക്കാരെ വകവരുത്തുന്നത്. IED, ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ വെക്കുന്നു, സ്പാർക്ക് ചെയ്യുന്നു, കൊല്ലുന്നു അമേരിക്കൻ പട്ടാളക്കാരെ. അപ്പോൾ ഡിപ്ലോയ്മെൻറ്റിൻ്റെ അമേരിക്കൻ ഡിപ്ലോയ്മെൻറ്റ് ഇത് എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ഇതാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം. അപ്പോൾ ഒരു ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഓർഡർ പെൻറ്റഗണിൽ നിന്ന് വരണം. അമേരിക്കയുടെ ഡിഫൻസ് ഇതിരിക്കുന്നത് പെൻറ്റഗണിലാണ്. വാഷിങ്ടൺ DC, വെർജീനിയ, ഒരു പാലം കടന്ന് ആർലിങ്ടൺ സെമിട്രി കടന്ന് അപ്പുറത്ത് പെൻറ്റഗണിൽ നിന്നും ഓർഡർ വരും. ഞാൻ 10th മൗണ്ടൻ ഡിവിഷൻ എന്ന ഒരു വിഭാഗത്തിലായിരുന്നു. അത് അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇത് ചെയ്യുന്നത്, ഫോർട്ട് ഡ്രം എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഈ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൻ്റെ എല്ലാ ഭൂരിഭാഗം ഡിപ്ലോയ്മെൻറ്റ്സും ഈ 10th മൗണ്ടൻ ഡിവിഷൻ, ഞാൻ ഉൾപ്പെട്ടിരുന്ന 10th മൗണ്ടൻ ഡിവിഷനാണ് കൂടുതലായിട്ടും ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ഡിപ്ലോയ് ആകുന്ന സമയത്ത് അപ്പോഴേക്കും എഴുത്തുകുത്തുകൾ പെൻറ്റഗണിൽ നിന്ന് വന്നു. അത് കേണൽ അല്ലെങ്കിൽ ഒരു മേജർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ. അതിന് താഴെ നോൺ കമ്മീഷൻ ഓഫീസേഴ്സ്, കമാൻഡ് സർജൻ മേജർ, അവിടുന്ന് ഫസ്റ്റ് സർജൻ വഴിയാണ് പട്ടാളക്കാരിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തുക. അപ്പോഴേക്കും അവിടെ തയ്യാറെടുപ്പുകൾ തുടങ്ങി, യൂണിറ്റിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി. പാക്കിംഗ് അത് 2 തരത്തിലാണ്. ഒന്ന് വ്യക്തിപരമായ പാക്കിംഗ് ഉണ്ട്, വ്യക്തിപരമായ തയ്യാറെടുപ്പ്. കാറ് കൊണ്ടുവന്ന് നമ്മൾ പാർക്ക് ചെയ്യണം. പാർക്കിംഗ് 6 മാസത്തേക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ കണ്ടെത്തിക്കണം. കുട്ടികളുണ്ട്, സിംഗിൾ പാരൻ്റ് ആണെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ എവിടെ ഏൽപ്പിക്കണം, അങ്ങനെ തൊട്ടൊരു ഒട്ടനവധി ഇതാണ്. പിന്നെ അപ്പോൾ ഈ ഫോർട്ട് ഡ്രമ്മിൽ വീലർ എയർഫോഴ്സ് ബേസ്, അത് ആർമിക്ക് ഉള്ളിലൊരു എയർഫോഴ്സ് ഉണ്ട്. അവിടെ വീലർ എന്ന് പറഞ്ഞൊരു എയർ സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ C-17 അവിടെ ഇങ്ങനെയുള്ള വിമാനങ്ങളിൽ സാധനങ്ങൾ നിറയ്ക്കണം. ഈ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നിറയ്ക്കില്ല, ബോക്സുകൾ, പെട്ടികൾ, തോക്ക്, കുന്തം, കുടച്ചക്രം നിറയ്ക്കൽ ഒരു വലിയൊരു പരിപാടിയാണിത്. ഇത് വ്യക്തിപരമായിട്ട് നമ്മൾ തയ്യാറെടുക്കണം, ഒപ്പം ഈ സാധനങ്ങൾ നിറയ്ക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പകലാണ് ഇവിടെ, രാത്രിയാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും. ആ ഉറക്കം ശരിയാക്കിയെടുക്കണം. അതിന് 2 ആഴ്ചയോളം സമയമെടുക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇവിടെ നിന്നും ഒരു 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലത്തെത്തി, അല്ലെങ്കിൽ 3 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലത്തെത്തി. ഇപ്പോൾ ഈ സാധാരണ ഞങ്ങളുടെ യൂണിറ്റിൽ നിന്നൊക്കെ പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ജർമ്മനിയിലെ രാംസ്റ്റീൻ എയർഫോഴ്സ് ബേസിൽ ചെന്നു. അവിടെ ഒരാഴ്ചയൊക്കെ ഇത് ഉറക്കത്തിൻ്റെ സെറ്റാക്കി. അപ്പോൾ പകുതി ഉറക്കം അവിടെ സെറ്റായി. പിന്നെ അവിടെ നിന്ന് കുവൈറ്റിൽ ചെന്നു, അരിഫ് ജാനിലോ എവിടെയെങ്കിലും ചെന്നു, അവിടെ സെറ്റ്. പിന്നെയാണ് ഡിപ്ലോയ്മെൻറ്റ് കോൺവോയ് ആയിട്ടൊക്കെ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ ഡിപ്ലോയ്മെൻറ്റുകളൊക്കെ നടക്കാറ്. അപ്പം ഇന്ന് ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ ഒരു ചുറ്റുപാടാണ് അമേരിക്കൻ ബേസുകളിൽ ചർച്ചകൾ നടക്കുന്നത്. ഈ പല പഴയ സാധനങ്ങളൊക്കെ എടുത്ത് ചെറിയ മറ്റേ ലുറ്റനൻ്റ് തൊട്ട് കേണൽ വരെയുള്ള പരിപാടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര തയ്യാറെടുപ്പെടുക്കണം, ഈ വ്യക്തിപരമായിട്ടും മിലിറ്ററി ഇതായിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു തയ്യാറെടുപ്പ് പല ബേസുകളിലും നടക്കുന്നു. കാരണം അപ്പോൾ 50,000 ആൾക്കാരെയാണ് ഇപ്പോൾ പറയുന്നത് ഈ പശ്ചിമേഷ്യയിലേക്ക് ഡിപ്ലോയ് ആക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നത്. അപ്പോൾ അത്രയും ഓരോ ബേസിൽ നിന്നും ഓരോ യൂണിറ്റുകൾ ഡിപ്ലോയ് ആവുന്നുള്ള ആ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ച് നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്തുമാത്രം അതിൽ തന്നെ വേറെ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ എയർബോൺ ഉണ്ട്, സ്പെഷ്യൽ ഫോഴ്സസ് ഉണ്ട്. ഇവരൊക്കെ വേറെ രീതിയിൽ അവരുടെ തയ്യാറെടുപ്പുകൾ, അതിനു വേണ്ടി ആയുധങ്ങൾ, അതിനുവേണ്ടി എല്ലാം ചെന്ന് വേണം ഇത് സെറ്റപ്പാക്കാനായിട്ട്. അപ്പം ഈ പ്ലാനിങ് ഇപ്പോൾ 82nd എയർബോൺ ഡിവിഷൻ നോർത്ത് കരോലിന ഫോർട്ട് ബ്രാഗിലാണ് അവരുടെ ഇത്. അവരൊരു പെട്ടെന്ന് ഇറങ്ങി. ഇപ്പോൾ പോയ 3500 USS ട്രിപ്പോളിൽ പോകുന്നത് അവർക്ക് പെട്ടെന്ന് റെഡിയാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഡിപ്ലോയ്മെൻറ്റിന്. പക്ഷേ പല യൂണിറ്റുകളും ഒരു 2, 3, 4 മാസം എടുത്തിട്ടാണ് ഈ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അപ്പം
ഇപ്പോൾ ഇപ്പം ഇനി 4 മാസം ഇപ്പോൾ യുദ്ധം കനക്കാണെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ് പെൻറ്റഗൺ എടുത്തിട്ടുണ്ടാവും. പെൻറ്റഗണിൽ നിന്ന് ലിസ്റ്റ് വന്ന് അങ്ങനെ ഒരു ഫ്ലോ ചെയിൻ ഓഫ് പരിപാടി, ചെയിൻ ഓഫ് കമാൻഡ് വഴി പെൻറ്റഗണിൽ നിന്ന് അങ്ങോട്ട് അതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടാണ് ഇത്രയൊരു യുദ്ധത്തിലേക്ക് അമേരിക്കയുടെ സൈന്യം, അതിപ്പോൾ ലോകത്തിലെ ഏത് സൈന്യമാണെങ്കിലും ആ തയ്യാറെടുപ്പിൻ്റെ ആ ഒരു പ്ലാനിങ് നടക്കുന്നത്. അപ്പം ഇന്ന് അമേരിക്കൻ ബേസുകളിലൊക്കെ നടക്കുന്ന ചർച്ച ഡിപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പം അത് ഇപ്പോൾ ഒരു ബേസ് ഉണ്ടെങ്കിൽ ആ ബേസിൻ്റെ ചുറ്റുവട്ടത്തുള്ള ബിസിനസ്സുകളും അതിനോട് തയ്യാറെടുക്കണം. കാരണം ഒരു വലിയ വിഭാഗം ജനം അങ്ങോട്ട് ഡിപ്ലോയ് ആവണ്. ആ യൂണിറ്റിൻ്റെ അതിന് ചുറ്റുപറ്റുള്ളവരൊക്കെ അറിയാവുന്ന രീതിയിലാണ് ആ ഡിപ്ലോയ്മെൻറ്റ് നടക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം.